രാവിലെ തൊട്ട് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വൈകുന്നേരം മഴ തോന്നൊരു സമയം നോക്കി നമ്മൾ നേരെ വീട്ടിലോട്ട് പോണ്. കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വീട്ടിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ചെന്നപ്പം അമ്മ അപ്പുറത്ത് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയേക്കായിരുന്നു. ഇവിടെയാണെങ്കിൽ മഴ ഒട്ടും പെയ്തിട്ടില്ല, ചാറി ചാറി കുറച്ച് തറ നനയാൻ പോലും ഇല്ലായിരുന്നു. നേരെ പോയി തന്നെ മൾബറിയുടെ അടുത്താണ്, അതിലൊന്നുമില്ല. അപ്പോഴൊരു കാര്യം മനസ്സിലായി, അകത്തമ്മ പറിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. എന്തോ ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ അതങ്ങനെയാണ്. ഞാൻ വരുന്ന ദിവസം എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് തന്നെ നേരെ പോയി ഞാൻ കട്ടൻ ചായയാണ് വൈകുന്നേരം കുടിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കട്ടൻ ഇട്ടു. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കുറിക്കാൻ എന്തെങ്കിലും ഐറ്റംസ് വേണമല്ലോ. അതും അടുക്കളയിൽ നിന്ന് പോയി നുള്ളി പറക്കി അതും ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെന്നപ്പോഴത്തേക്കാണ് മുകളിലെ വീട്ടിൽ നിന്നൊരു വിളി, നെല്ലിക്ക പരിവായിട്ട് നിൽപ്പുണ്ട്, പറിക്കാൻ പറഞ്ഞു. ഞാനിത് മുന്നേ ഒരു ദിവസം വന്നപ്പോൾ നോക്കിയപ്പോൾ നല്ല പിഞ്ചായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് ഇടയ്ക്കൊക്കെ വന്നിട്ട് അതിൻ്റെ കാര്യം ഓർത്തതേ ഇല്ല. ഇപ്പം എന്തായാലും ഇങ്ങോട്ട് വിളിച്ചപ്പം ഞാൻ നേരെ ഒരു കവർ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പണ്ട് ട്യൂഷനൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീട്ടിൽ ശരിക്കും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇഷ്ടം പോലെ തിന്നുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഭയങ്കര പുളിയാണ് കേട്ടോ. അരിനെല്ലിക്ക എന്നൊക്കെ പറയും, പക്ഷെ ഞാനിവിടെ സായിപ്പ് നെല്ലിക്ക എന്നൊക്കെയാണ് പറയണത്. ഒടുക്കത്തെ പുളിയായിരുന്നു. എന്തായാലും ഇതിനെ കൊണ്ടുപോയിട്ട് ഒന്നുകിൽ അച്ചാറിടണം, അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കണം, എന്തെങ്കിലും സെറ്റപ്പിലോട്ട് മാറ്റണം. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്ക് നല്ല കാറ്റും മഴക്കോളുമൊക്കെ വന്ന് നേരെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോഴത്തേക്കും മഴ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും മുറ്റത്തൊക്കെ ലാത്തി അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ മെയ് മാസ ചെടി ഉണ്ടല്ലോ, അതിങ്ങനെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്ന സാധനം. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്നപ്പോൾ മിരിങ്ങാക്കയാണ് എടുത്തത്. നമ്മൾ ബാട്ട് സമ്പ്രദായം കണക്ക് മാങ്ങ കൊടുത്തും മിരിങ്ങാക്ക വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് നേരം അമ്മയുടെ ലാത്തിയൊക്കെ അടിച്ചിട്ട് ഇറങ്ങി പകുതി ദൂരത്തെപ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങി. പിന്നെ റെയിൻ കോട്ടും ഇട്ട്, പിന്നെ ചാറ്റൽ മഴ ആയതുകൊണ്ട് ആ മഴയത്ത് പോകാനൊരു രസം ഉണ്ടായിരുന്നു.